സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങളുടെ GST ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇവർ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതാണ്. സംഭവം കുറച്ച് ടെക്നിക്കലാണ്. GST റിട്ടേൺസ് ഒക്കെ ഫയൽ ചെയ്യുന്നവർക്ക് അറിയാം. നിങ്ങളുടെ GST ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് GSTR 3Bയിൽ ക്ലെയിം ചെയ്യുന്നത് ആദ്യം തന്നെ അത് GSTR 2B എന്ന് പറയുന്ന ഫോമിലാണ് വരുന്നത്. GSTR 2Bയിലേക്ക് വരുന്നത് ഇൻവോയ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ നിന്നാണ്. നിങ്ങളുടെ സപ്ലൈസ് ഫയൽ ചെയ്യുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും IMSൽ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ആക്സെപ്റ്റ്, പെൻഡിങ്, റിജക്റ്റ് എന്നുള്ള 3 ഓപ്ഷൻസ് സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് മാത്രമാണ് നിങ്ങളുടെ GSTR 2Bയിലേക്ക് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്യുന്നുള്ളൂ. അത് മാത്രമേ 3Bയിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് ക്ലെയിം ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ഒരു ആക്ഷനും എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എല്ലാ ഡോക്യുമെൻറ്റ്സും ആക്സെപ്റ്റ് ആയി പോകുന്നതുമാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങളുടെ ഒരു ക്ലയൻറ്റിന് ഒരു ഇൻവോയ്സ് വരുന്നു. ഇൻവോയ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ നോക്കുമ്പോൾ അദ്ദേഹമായിട്ട് റിലേറ്റ് ചെയ്യാത്ത ഒരു ഇൻവോയ്സ് ആണ്. അക്കൗണ്ടൻ്റ് എങ്ങാനും മറന്നു പോയതാണെന്ന് കരുതി അദ്ദേഹം അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം നെക്സ്റ്റ് മന്തിൽ അതേ പാർട്ടിയുടെ കയ്യിൽ നിന്ന് തന്നെ ഒരു ക്രെഡിറ്റ് നോട്ട് വരുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ആദ്യം വന്നിട്ടുള്ള ഇൻവോയ്സിൽ ആ എമൗണ്ട് വളരെ ചെറുതാണ്. GST എമൗണ്ടൊക്കെ വളരെ ചെറിയ എമൗണ്ടാണ്. 100 റുപ്പീസോ മറ്റോ വരുന്നുള്ളൂ. പക്ഷേ രണ്ടാമത് വന്നിട്ടുള്ള ക്രെഡിറ്റ് നോട്ടിൽ, നെക്സ്റ്റ് മന്ത്സിൽ വന്നിട്ടുള്ള ക്രെഡിറ്റ് നോട്ടിൽ എമൗണ്ട് വളരെ കൂടുതലാണ്. GST എമൗണ്ട് തന്നെ ഒരു 10,000 സംതിങ് എമൗണ്ട് വരുന്നുണ്ട്. സോ IMSൽ ഞങ്ങളത് റിജക്റ്റ് ചെയ്യാനുണ്ടായത്. കാരണം ഇതൊരു ഫ്രോഡിലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. ആദ്യം ഒരു ഇൻവോയ്സ് ഒരു പാർട്ടിക്ക് റേസ് ചെയ്യുന്നു. അതിനുശേഷം 1-2 മാസത്തിന് ശേഷം ഒരു ക്രെഡിറ്റ് നോട്ട് റേസ് ചെയ്യുന്നു. ഇത് ഡീംഡ് ആക്സെപ്റ്റൻസിൽ പോകുന്ന ഒരു പാർട്ടിയാണെങ്കിൽ, അതായത് IMS ഒന്നും നിങ്ങൾ ചെക്ക് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് നോട്ട് ഓട്ടോമാറ്റിക്കലി അവിടെ ആക്സെപ്റ്റ് ആയി പോകുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് GSTR 2Bയിൽ നിന്ന് ഡിസപ്പിയർ ആയിട്ട് പോകുന്നതാണ്. അങ്ങനെ നിങ്ങളുടെ ക്രെഡിറ്റ് മറ്റുള്ളവർ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതാണ്. ഇത് തടയാനായിട്ട് ചെയ്യേണ്ടത് എല്ലാ മാസവും ഇൻവോയ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഇത് വളരെ ചെറിയ എമൗണ്ടിന് വരാം. ചിലപ്പോൾ ഒരു 100 റുപ്പീസിനോ 200 റുപ്പീസിനോ എല്ലാം തന്നെ ഇതുപോലെ ചെറിയ ചെറിയ ക്രെഡിറ്റ് നോട്ടുകൾ വന്ന് കിടക്കും. ഇൻവോയ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യാത്തവർ ഡീംഡ് ആക്സെപ്റ്റൻസിൽ നിങ്ങളുടെ ക്രെഡിറ്റ് നോട്ട് പോകുന്നതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ക്രെഡിറ്റ് എല്ലാം തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതാണ്. സോ ഇൻവോയ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യുക. നിങ്ങളുമായി ബന്ധപ്പെടുന്ന ഇൻവോയ്സും ക്രെഡിറ്റ് നോട്ട്സും മാത്രമേ ആക്സെപ്റ്റഡ് ആയിട്ട് പോകുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്തുക. ഇതുപോലുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഫിൻപാലിൽ ഫോളോ ചെയ്യുക. താങ്ക് യു.